നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, ഇത് രണ്ടും നമ്മൾ നന്നായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം. ആമിർ ബിൻ അബ്ദു ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിരുന്നാലോ? മഹാനവറുകൾ പറഞ്ഞു, അംസിക്ക് ശംസ, എന്നാൽ മോന് സൂര്യൻ അവിടെ പിടിച്ചു വെക്കുന്നു. നമ്മുടെ സംസാരിച്ചിരിക്കുമ്പോൾ സൂര്യൻ ഇങ്ങനെ കറങ്ങൂലേ? പെട്രോൾ ആയുസ് തീരൂല മോനെ. എവിടെ പോന്ന്? ഒന്ന് കറങ്ങാന്. എന്തേ? ഒരു ട്രിപ്പ്. പെട്രോൾ തീരൂലേ? ഇല്ലേ? അങ്ങനെ ഉണ്ടാവില്ല. ചില ആളിപ്പോൾ പരിപാടി അല്ലെങ്കിൽ വീട്ടിലെത്തിയിട്ട് അബുദാബിയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും റാസൽ ഖൈമയിലോ ഉള്ള ആളെ ഹായ്, അപ്പം മറ്റേ ആൾ ഹോയ്, ഉറങ്ങുന്നില്ലേ? ഇവനിങ്ങനെ ചോദിച്ചാൽ മോനെങ്ങനെ ഉറങ്ങല്? രണ്ടാൾക്ക് സമയത്തിന് വിലയില്ല. ചിലർ വാട്സപ്പിൽ വോയിസ് അയച്ചാൽ അപ്പാട് വാട്സപ്പിൻ്റെ മിസ് കോൾ അടിക്കും, ഇപ്പം നോക്കിക്കൊള്ളണം. അപരനെ നമ്മൾ പരിഗണിക്കുന്നില്ല. അതാണ് ആമിർ ബിൻ അബ്ദു ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അംസിക് ശംസ, സൂര്യനെ പിടിച്ചു വെക്ക്, എന്നാൽ നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം. സൂര്യൻ കറങ്ങുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുക? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദിനെ കുറിച്ച് സിയറിൻ്റെ ഗ്രന്ഥത്തിൽ കാണാം, 30 കൊല്ലക്കാലം ഹദീസ് എഴുതുന്ന കാരണത്താൽ മഹാനവറുകൾ സ്വന്തം കൈകൊണ്ട് ഭക്ഷണം കഴിച്ചില്ല. 30 കൊല്ലവും പെങ്ങളാണ് ഭക്ഷണം കൊടുത്തത്, വായിൽ ഉരുട്ടിക്കൊടുത്തു. 30 കൊല്ലക്കാലം ഫുഡ് കഴിക്കുന്ന സമയത്ത് ഹദീസ് എഴുതാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് മഹാനവറുകൾക്ക് ഫുഡ് കൊണ്ടു കൊടുത്താൽ തന്നെ കഴിക്കൂല. അങ്ങനെ എങ്ങനെങ്കിലും ആരോഗ്യം പിടിച്ചു നിർത്താൻ വേണ്ടി പെങ്ങള് തീരുമാനിച്ചതാ, എൻ്റെ ഇക്കാക്ക ഹദീസ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഉരുളയാക്കിയിട്ട് വായിലിട്ട് കൊടുക്കാം. അങ്ങനെ 30 വർഷം അങ്ങനെ ഉണ്ടായതായി ചരിത്രത്തിൽ കാണാം. ഖീമത്തു സമൻ ഇൻദൽ ഉലമ എന്ന ഗ്രന്ഥത്തിൽ ആധുനിക പണ്ഡിതനായ അബ്ദുൽ ഫത്താഹ് അബൂ ഖുദ്ദ രേഖപ്പെടുത്തുന്നു, മുൻകാല ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്. നിങ്ങൾ നോക്കൂ, അവരൊക്കെ സമയത്തിന് കൊടുത്തൊരു വില നോക്കൂ. അവരൊക്കെ സമയത്തിന് അത്രമാത്രം മഹത്വം കൽപ്പിച്ചു. നവവി ഇമാം റഹിമഹുള്ളയുടെ ബയോഗ്രഫി എടുത്ത് പരിശോധിച്ചാൽ ഉറങ്ങിയത് ചരിത്രത്തിൽ കാണൽ സാധ്യത കുറവാണ്. നല്ല ക്ഷീണം വന്നാൽ നവവി ഇമാം ചെയ്യുന്ന പരിപാടി ചുമരിനൊന്ന് ചാരിയിട്ട് കുറച്ച് സമയം ഒന്ന് തൂങ്ങും. പിന്നെ മഹാനവറുകൾക്ക് ടെൻഷനാവും, സമയം കുറച്ച് അധികം ഉറങ്ങിപ്പോയോ എന്ന്. കണ്ടോ, കുറച്ചധികം ഉറങ്ങിപ്പോയോ എന്ന് ടെൻഷനാവും മഹാനവറുകൾക്ക്. മഹാനവറുകളും സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു ആരെങ്കിലും കാണാൻ വന്നാൽ ഉടനെ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ? ഒരു കിതാബ് എടുത്തു കൊടുക്കും. കിതാബ് തിരിഞ്ഞിട്ട് മുത്താലയ്യുവാണെങ്കിൽ അവർക്കും കൂലി കിട്ടുമല്ലോ. തിരിയൂലെങ്കിൽ ദ ഹിന്ദു ഇംഗ്ലീഷ് പത്രം കിട്ടിയാൽ ഇംഗ്ലീഷ് അറിയാത്ത ആൾ ചിത്രം നോക്കുന്ന പോലെ മടക്കി വെച്ചിട്ട് പോകുമല്ലോ. അത്ര തന്നെ ഉള്ളു. നമുക്കൊരാളെ കിട്ടാൻ കളിക്കാൻ, ഓൺലൈനിൽ കിട്ടാൻ കളിക്കാൻ, സമയം പോവാൻ, ടൈം പാസ്, കറങ്ങിത്തിരിയാണ്, സർക്കീറ്റ് അടിക്കുകയാണ് നമ്മളെ ജീവിതത്തിൽ. ഇപ്പം എല്ലാം ആസ്വാദനാണ്. ഞാൻ വിഷയത്തിലേക്ക് വഴിയെ വരുന്നുണ്ട്. നമ്മുടെ സമയത്തിന് നമ്മൾ വില കൽപ്പിച്ചാൽ അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനിത് വെറുതെ പറയണല്ല. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരാൾ നന്നായി എന്ന് പറയണമെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്നൊക്കെ മാറിയിരിക്കണം. 1.5 മണിക്കൂർ ഫുട്ബോൾ കണ്ടോനും ഹൈലൈറ്റ് കാണും. ഓനിക്ക് തന്നെ അറിയാം ആരാ ജയിച്ചിന് തോറ്റിന്. എന്നാലും എന്താണ് നീ കാണുന്നത്? അവരരങ്ങല്ലേ എന്നാണ് പറയണത്. എന്തിനാ മോനെ നമ്മൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ പോയിട്ട് കാര്യം? എന്താ നമുക്കിപ്പോൾ കിട്ടിയത്? 3000-ൽ പരം കോടിയാണ് ഖത്തറിൽ കളിച്ച ഫുട്ബോൾ ടീമിന് കിട്ടിയ ക്യാഷ് പ്രൈസ് മാത്രം. നമുക്കെന്താ കിട്ടണത്? നമുക്കെന്ത് കിട്ടുന്നു? നമുക്കെന്താ കിട്ടിയേക്കണത്? നമ്മൾ നമ്മെക്കുറിച്ച് ആലോചിക്കണം. ഞാൻ ആഖിറത്തിൽ എന്തുണ്ടാക്കി? മഹാനായ ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു, ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു പറയാം, ആഖിറത്തിൽ എന്നോട് അള്ളാഹു ചോദിക്കുകയാണ്, അല്ല ബുഖാരി, എന്താ ദുനിയാവിൽ ഇത്രയും കാലം ജീവിച്ചിട്ട് ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ അള്ളാൻ്റെ അടുത്ത് പറയൽ എന്താണെന്നറിയോ?
ആയിരക്കണക്കിന് ഉസ്താദുമാരെ ഞാൻ തേടി പുറപ്പെട്ടു. എനിക്ക് 400 ഉസ്താദുമാരെ നേരിട്ട് കാണാൻ കിട്ടി. 1000-ൻ്റെ മേലെ കിലോമീറ്റർ ഞാൻ യാത്ര ചെയ്തു. അന്ന് വളരെ സംവിധാനങ്ങൾ ഉള്ള നമ്മുടെ സൂപ്പറായ വാഹനങ്ങളില്ലാത്ത കാലമാണെന്ന് നമ്മൾ ഓർക്കണം. ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും അല്ലെങ്കിൽ കുതിരയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന യാത്രയെക്കുറിച്ചാണ് അവർ പറയണത്. 1000-ലധികം കിലോമീറ്ററുകൾ ഞാൻ യാത്ര ചെയ്ത് 400-ലധികം ഉസ്താദുമാരെ ഞാൻ കണ്ടെത്തി. 6 ലക്ഷം ഹദീസ് ഞാൻ ശേഖരിച്ച് അതിൽ നിന്ന് കടഞ്ഞെടുത്തിട്ട് 7000-ൽ പരം ഹദീസുകൾ ക്രോഡീകരിച്ചുകൊണ്ട് സ്വഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഓരോ ഹദീസ് എഴുതുമ്പോഴും വുളു എടുത്ത് കുളിച്ച് വൃത്തിയായി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊക്കെ ചോദിച്ച് ഇസ്തിഖാറത്ത് ചെയ്ത് ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ എഴുതണോ എന്ന് ചോദിച്ച് 16 കൊല്ലം കൊണ്ടാണ് ഈ കിതാബ് എഴുതിയത്. ഞാൻ ഈ കിതാബാണ് അള്ളാഹിൻ്റെ മുമ്പിൽ വെക്കൽ. ഇതാ 400-ലധികം ഉസ്താദുമാരെ കണ്ടെത്തി 6 ലക്ഷം ഹദീസ് എന്ന് കടഞ്ഞെടുത്ത് 7000-ൽ പരം ഹദീസുകളുള്ള 16 കൊല്ലം കൊണ്ട് എഴുതിയ ഓരോ ഹദീസിനും 2 റക്അത്ത് നിസ്കരിച്ച. അപ്പോൾ എത്ര സുജൂദായിട്ടുണ്ടാവും? ഇതാണ് എനിക്കുണ്ടാവുക. എനിക്ക് അള്ളാഹിൻ്റെ അടുത്ത് പറയാനുള്ള അതാ ഉള്ളത്. നമുക്കെന്താ ഉണ്ടോ അള്ളാഹിൻ്റെ അടുത്ത് പറയാൻ? ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, അയാൾ ഏത് പള്ളി കണ്ടാലും കയറിയിട്ട് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കും അത്രേ. ഏത് പള്ളി കണ്ടാലും 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കും. അയാളോട് ചോദിച്ചു, നിങ്ങൾ എത്ര പള്ളിയിൽ ഇപ്പോൾ തഹിയ്യത്ത് നിസ്കാരം പൂർത്തിയാക്കി? അതിനവർ പറഞ്ഞത് 800 കഴിഞ്ഞു. നിങ്ങൾക്കെന്താ ഇത് പ്രചോദനമായതെന്താ? ഞാൻ ഉത്തരേന്ത്യയിൽ ഒരു സിയാറത്ത് നടത്തിയപ്പോൾ അവിടെ ഒരാളെ കണ്ടു. അയാൾ കാണുന്ന പള്ളിയിലെല്ലാം കയറിയിട്ട് മുക്കിരി ഉസ്താദിനോട് ചോദിക്കും, ഞാൻ ബാങ്ക് കൊടുത്തോട്ടെ. ചിലയിടത്തുനിന്ന് സമ്മതിക്കും. ബാങ്ക് കൊടുത്തിട്ട് തിരിച്ച് പോരുമ്പോൾ അയാളോട് ചോദിച്ചത്രേ, ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, നിങ്ങളെന്തേ ബാങ്ക് കൊടുക്കാൻ ഇത്ര ആവേശം? അത് ബാങ്ക് കൊടുത്താൽ ഭയങ്കര കൂലിയല്ലേ? വലാ മദറുൻ വലാ ഹജറുൻ, ഏത് കല്ലും മരവും ബാങ്ക് കേട്ടാക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി സാക്ഷിക്കുന്നല്ലേ. ഞാൻ എൻ്റെ നാട്ടിലെ പള്ളിയിൽ കുറേ ബാങ്ക് കൊടുത്തു. അപ്പോൾ എൻ്റെ നാട്ടിലെ പള്ളീൻ്റെ ചുറ്റുവട്ടത്തുള്ള കല്ലും മരങ്ങളൊക്കെ ഓക്കെ, അൽഹംദുലില്ലാ. പരമാവധി പള്ളിയിൽ പോയിട്ട് ഞാൻ ബാങ്ക് കൊടുക്കുന്നു. എത്ര പള്ളിയായിന്ന് വെച്ച്? 3000 പള്ളി കഴിഞ്ഞു. എന്തെങ്കിലും ഉണ്ടാ? ആർക്കെങ്കിലും അള്ളാഹിൻ്റെ അടുത്ത് പറയാൻ ഇതേപോലെ ഉണ്ടാ? 3200 പള്ളിയുണ്ട് സുൽത്താനുൽ ഉലമക്ക്, 11000 സക്കാഫിമാരും. ചെറിയൊരു ആഫിയത്ത് കുറഞ്ഞിട്ട് കിടക്കുമ്പോൾ 4444 നാര്യസ്വലാത്തല്ല, ഖത്തുമോദി തീർക്കാനുള്ള ഒരു വെള്ളപ്പട്ടാളം ഉണ്ടാക്കീന് ആ പുരുഷായുസ് കാലത്ത്. നമുക്കെന്തെങ്കിലും ഉണ്ടാ പറയാൻ? നമുക്കാകപ്പാടുള്ളത് ഞാനെല്ലാം SSFൽ പ്രവർത്തിക്കുന്ന കാലത്ത്, ഹാരപ്പൻ മോഹൻജദാരോ കാലമായിരിക്കും അത് പറഞ്ഞെടുത്ത് ബാത്തിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ചില ചിട്ടകൾ വേണം. എന്താണത്? നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാവാൻ വേണ്ടി ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇസ്മായിലുൽ ഹിഖി അൽ ബറൂസവി റൂഹുൽ ബയാൻ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇസ്മായിൽ തങ്ങൾ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്.